नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 31 ഗോപികാഗീതം, പേജ് നമ്പർ 294. പ്രിയപ്പെട്ട കൃഷ്ണ, നിന്റെ പാദാരവിന്ദത്തിൻ്റെ സ്പർശനം മൂലം ഞങ്ങൾ സത്യമായും കാമാർത്തരായി തീർന്നിരിക്കുന്നു. അവിടെ അഭയം പ്രാപിച്ചിട്ടുള്ള ഭക്തന്മാരുടെ പാപകർമ്മങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നിന്റെ പാദാരവിന്ദങ്ങൾക്ക് കഴിയും, തീർച്ച. സാധാരണ മൃഗങ്ങൾ പോലും നിന്റെ പാദാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കുന്നു. നീ അത്രയ്ക്ക് ദയാലുവാണ്. ഐശ്വര്യദേവതയുടെ ആവാസസ്ഥാനമാണ് ആ പാദാരവിന്ദങ്ങൾ. എന്നിട്ടും അവ കൊണ്ട് കാളിയൻ്റെ ഫണങ്ങളിൽ നൃത്തം വച്ചു. ഇപ്പോൾ ആ പാദങ്ങൾ ഞങ്ങളുടെ മാറത്തു വച്ച് നിന്നെ സ്പർശിക്കാനുള്ള ഞങ്ങളുടെ കാമാർത്ഥമായ അഭിലാഷങ്ങൾക്ക് പൂർത്തി വരുത്തണമെന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭഗവാനെ, വിരിഞ്ഞ ചെന്താമരപ്പൂവിൻ്റെ ഇതൾ പോലെ മനോഹരവും ആകർഷകവുമായ നിന്റെ കണ്ണുകൾ എത്ര ഹൃദ്യവും സുഖദായകവുമാണ്. നിന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുന്ന മഹാജ്ഞാനികളെ പോലും സന്തോഷിപ്പിക്കാൻ പോന്നത്ര ആകർഷകമാണ് നിന്റെ മധുരവചനങ്ങൾ. നിന്റെ മുഖത്തിൻ്റെയും കണ്ണുകളുടെയും സൗന്ദര്യത്താലും നിന്റെ മധുരഭാഷിതങ്ങളാലും ഞങ്ങളും നിന്നിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദയവായി നിന്റെ അമൃതനിഷ്യന്തിയായ ചുംബനങ്ങളാൽ ഞങ്ങളെ തൃപ്തരാക്കൂ. ഭഗവാനെ, നിന്റെ വാക്കുകളും നിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന വാക്കുകളും ഒരുപോലെ അമൃതം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിന്റെ വചനങ്ങളും പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത് മൂലം ഭൗതികാസ്തിത്വത്തിൻ്റെ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നു രക്ഷ കിട്ടും, തീർച്ച. ബ്രഹ്മദേവനും ശിവനും സദാ നിന്റെ വാക്കുകളും മഹിമാനങ്ങളും പ്രകീർത്തിക്കുന്നതിൽ നിരതരാണ്. ഭൗതിക ലോകത്തെ ജീവാത്മാക്കളുടെ മുഴുവൻ പാപകർമ്മങ്ങൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നിന്റെ സർവാതിശായിയായ വചനങ്ങൾ ശ്രവിക്കുക മാത്രമേ വേണ്ടൂ ഒരുവന് അതിവേഗം പുണ്യകർമ്മങ്ങളുടെ വിധാനത്തിലേക്കുയരാൻ. വൈഷ്ണവർക്ക് നിന്റെ വാക്കുകൾ അതീന്ദ്രിയ ആനന്ദം നൽകുന്നു. നിന്റെ അതീന്ദ്രിയ സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കുന്ന സജ്ജനങ്ങളാകട്ടെ ഒന്നാംകിട ധാർമ്മികരുമാണ്. കൃഷ്ണൻ്റെ മൊഴികളും കൃഷ്ണപ്രേമവും ലോകമെമ്പാടും സൗജന്യമായി വിതരണം ചെയ്ത ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ ഏറ്റവും കാരുണ്യവാനായ അവതാരമായി വിശേഷിപ്പിക്കുന്നു.
രൂപഗോസ്വാമിയും ഇതുതന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട കൃഷ്ണ, നീ മഹാസൂത്രശാലിയാണ്. നിന്റെ ചതുരമായ പുഞ്ചിരി, ഹൃദ്യമായ നോട്ടം, ഞങ്ങളെയും കൂട്ടി വൃന്ദാവനത്തിലെ നിന്റെ സഞ്ചാരം, നിന്റെ മംഗളകരമായ ഗാനങ്ങൾ എന്നിവയുടെ സ്മരണ ഞങ്ങളെ എത്രയധികം വേദനിപ്പിക്കുന്നു എന്നു നിനക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഏകാന്ത സ്ഥലങ്ങളിൽ വച്ച് നീ ഞങ്ങളോട് പറഞ്ഞത് ഹൃദയത്തിനു എത്രമാത്രം ചൂട് പകർന്നിരിക്കുന്നു. ഇപ്പോൾ നിന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സ്മരണ ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്നു. ഞങ്ങളെ രക്ഷിക്കൂ പ്രിയപ്പെട്ട കൃഷ്ണ. നീ കാലിമേയ്ക്കാനായി വൃന്ദാവനത്തിനു വെളിയിലുള്ള വനാന്തരങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ എത്രമാത്രം ദുഃഖിതരായിരുന്നുവെന്ന് നിനക്ക് അറിവുള്ളതാണ്. വനത്തിലെ ചരൽ കല്ലുകളും പുൽമുനകളും തറച്ച് നിന്റെ പാദാംബുജങ്ങൾ നോവുന്നതിനെക്കുറിച്ചോർത്തു ഞങ്ങൾ എത്രയധികം വേദനിച്ചിരുന്നു. നിന്റെ പാദാംബുജങ്ങളെക്കുറിച്ചു മാത്രമായിരുന്നു സദാ ഞങ്ങളുടെ ചിന്ത. ഞങ്ങൾക്കു നിന്റെ പേരിൽ അത്രയധികം സ്നേഹമായിരുന്നു. ഹരേ കൃഷ്ണ.